ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിലെ ഡേ 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്ന് നമ്മൾ കുമിളിയിൽ സ്റ്റേ ചെയ്തു. എന്നിട്ട് ഇന്ന് രാവിലെ നമ്മൾ പോകുന്നത് ദ പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, അതായത് ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ കൊടൈക്കനാലിലേക്കാണ്. അപ്പോൾ ബാക്കി നമുക്ക് കൊടൈക്കനാലിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും ബാക്കി കാഴ്ചകളും കാണാം. അങ്ങനെ നമ്മൾ തേനി എത്തുന്നതിന് ഒരു 6 കിലോമീറ്റർ മുമ്പായിട്ട് SS റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് വന്നപ്പോൾ ഇവിടെ തന്നെയാണ് കയറിയത്. നല്ല ഫുഡാണ്. ഇഡ്ഡലിയും സാമ്പാറും വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട്. തെങ്ങും തോപ്പുകളും വാഴത്തോപ്പുകളും കൃഷിയിടങ്ങളൊക്കെ കണ്ട് നമ്മൾ 70 കിലോമീറ്റർ വന്നു. അന്നേരം ഞാൻ സുമേട്ടനോട് പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് എനിക്ക് നിൽക്കണമെന്ന്. പക്ഷേ ഇറക്കിയില്ല. ഇതല്ലായിരുന്നല്ലോ 2 വീലറെ വരാനുള്ള ബഹളം എന്ന് പറഞ്ഞ് അന്നേരം എന്നെ പിടികൂടി. എനിക്ക് തിരിച്ചൊന്നും പറയാൻ വാക്കുകളില്ലായിരുന്നു. പിന്നെയും കുറേയും കൂടി മുന്നോട്ട് പോയി. അപ്പോഴും ഞാൻ ബഹളം വെച്ച് എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കി 5 മിനിറ്റ് റെസ്റ്റിനായിട്ട് സമയം തന്നു. ഇപ്പോൾ തോന്നുന്നു കാറിൽ ഇനി പോന്നാൽ മതിയായിരുന്നു എന്ന്. ചില ടൈമുകളിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. പക്ഷേ കാറിനെക്കാട്ടിലും നല്ല എൻജോയ്മെൻറ്റ് ബൈക്കിനാണ്. നല്ല കാഴ്ചകളും ഒക്കെ കണ്ടുവരാൻ പറ്റുന്നത് ബൈക്കിലാണ്. കാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ഇത് കിട്ടത്തില്ല. ഞാനത് 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി വന്നാൽ മതി, കുഴപ്പമൊന്നും വരത്തില്ല. അങ്ങനെ ഫൈനലി നമ്മൾ കൊടൈക്കനാൽ എത്തിയിരിക്കുന്നത്. നമ്മളെ ഫസ്റ്റ് കോട കൊണ്ടങ്ങ് വെൽക്കം ചെയ്തു. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റൂം സംഘടിപ്പിക്കുക എന്നാണ്. കൊടൈക്കനാൽ ലേക്കിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ദ ജാക്സ് ഹിൽ ടോപ്പ്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ലുക്കൊക്കെ കാണിച്ചു തരാം. നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്പനേരം വിശ്രമിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാനായി പുറത്തേക്ക് ഇറങ്ങുന്നത്. കൊടൈക്കനാൽ നമുക്ക് കാണാനായി ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഇന്ന് കാണാൻ സാധിച്ചെന്ന് വരില്ല. കാരണം സമയം ഇപ്പോൾ തന്നെ ഉച്ചയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഇന്ന് കാണാൻ സാധിക്കുന്ന പരമാവധി സ്ഥലങ്ങൾ കണ്ടു തീർക്കാം. അല്ലാത്തവ നാളെ കാണാമെന്നാണ് പ്ലാന്. അപ്പോൾ നല്ലതായി വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയ ഭക്ഷണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇമ്രാൻ ബിരിയാണി എന്ന് പറയുന്ന ഫേമസ് ആയ ഒരു ബിരിയാണി കട ഇവിടെയുണ്ട്. ഒട്ടനവധി റീൽസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ കടയുടെ. അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് പ്ലാൻ. ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഇവിടുത്തെ മട്ടൻ ബിരിയാണി ആയിരുന്നു. മട്ടൻ ബിരിയാണി സൂപ്പറായിരുന്നു. അതിനുശേഷം ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു. ചിക്കൻ ബിരിയാണിയും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കൊടൈക്കനാൽ വരുന്നവർ ഈ ഇമ്രാൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. പോയിട്ടുള്ളവരാണെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിൽ ഒന്നാണ് ഇവിടുത്തെ ലേക്ക്. കൊടൈക്കനാലിൻ്റെ സിറ്റിയുടെ നടുക്കാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഹോഴ്സ് റൈഡ് എടുക്കാം, അല്ലെങ്കിൽ സൈക്കിൾ സഫാരി എടുക്കാം, ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ലേക്കിന് ചുറ്റും റോഡുണ്ട് കേട്ടോ. അത് 1 വേ ആണെന്ന് മാത്രം. അപ്പോൾ ഈ ലേക്കിൻ്റെ ഫുൾ വ്യൂ ആസ്വദിക്കണമെങ്കിൽ ഈ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ മതി. അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാം. അല്ലെങ്കിൽ ഇവിടെ സൈക്കിളുകളുണ്ട്. സൈക്കിളൊക്കെ ചവിടാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ സൈക്കിൾ സഫാരി ഉണ്ട്. അപ്പോൾ ലേക്ക് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഈ ലേക്ക് ആരും മിസ് ചെയ്യരുത് വരുമ്പോൾ. അടുത്തതായി പോകുന്നത് ഈ പൈൻ ഫോറസ്റ്റിലാണ്. ഇവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല. കാരണം ഇറങ്ങി കാണുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ 2 വീലറെ പോകുമ്പോൾ കാണുന്നതാണ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്നത് ഗുണ കേവ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഫോറസ്റ്റ് റൂട്ടിലേക്ക്. അപ്പോൾ ഗുണ കേവിലെ വിശേഷങ്ങളുമായി തൊട്ടടുത്ത ഷോട്ട്സ് വരുന്നത് വരെ ബൈ.